നമുക്ക് പിന്നെ റൗസാറിൻ്റെ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞല്ലോ. അത് വളരെ മുമ്പ് റൗസാർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. റൗസാറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇവിടെ ഉണ്ട്. ശരവണ മാഷിൻ്റെ സുഹൃത്താണ്, സൈഡലിയുടെ സുഹൃത്താണ്, അസീസാണ്. അങ്ങനെ വളരെയധികം പലതരത്തിൽപ്പെട്ട ബന്ധങ്ങൾ PSM കോളേജിൽ. അതുപോലെ തന്നെ സർക്കാർ സാറൊക്കെ എനിക്ക് വീട്ടിലാണ്. അവരെ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ പുറത്തുനിന്ന് സംസാരിക്കുന്ന സമയങ്ങൾ തന്നെ വളരെ സ്കോളർലി ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ആണ്. നമ്മൾ ജീവിച്ചു കഴിഞ്ഞ കാലത്തെ നമ്മൾ ചരിത്രം, ആ ജീവിച്ചു കഴിഞ്ഞ ആ ഒരു കാലത്തെ കുറിച്ചിട്ടുള്ള എഴുത്തുകളിൽ നമ്മൾ ചരിത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥത്തിലും നമ്മളത് പ്രയോഗിക്കാറ്. ഈ ചരിത്രത്തിൻ്റെ ഒരു ഗുണം, ഈ ചരിത്രത്തിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഈ ചരിത്രം എല്ലാവരുടേതും ആണ് എന്ന്. അത് കാരണം അത് മറ്റേ പഴയ കാലത്ത്, ജ്ഞാനോദയ കാലത്ത് തന്നെ ചരിത്രം പഠനാർഹമല്ല എന്നുള്ള ഡെക്കാർട്ടയുടെ സിദ്ധാന്തത്തെ വിക്കോ മറികടക്കുന്നത് ചരിത്രത്തെ സൃഷ്ടിക്കുന്നത് എല്ലാവരും കൂടിയാണ് എന്നുള്ള ഒരു പ്രത്യേകമായ ഫിലോസഫിക് പൊസിഷന്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും പങ്കാളികളാവുകയും ആ രീതിയിൽ വികസിച്ചു വരികയും ചെയ്യുന്ന ഒരു വർത്തമാനം വരെ, ഈ നിമിഷം വരെയുള്ള ഒരു എന്താ പറയുക, സമയത്തിന്റെ തുടർച്ചയായാണ് നമ്മൾ ചരിത്രം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു മൊമെന്റ് കഴിയുന്നതോടുകൂടി ആ മൊമെന്റ് ചരിത്രത്തിലേക്ക് പോകുന്നു. നാം ചരിത്രത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു. മറ്റൊരു മൊമെന്റ്. സോ കണ്ടിന്യൂസ് ആയി നമ്മൾ ഒരർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് ബഹിഷ്കൃതരാവുകയും അതേസമയം തന്നെ ചരിത്രത്തിന്റെ അകത്ത് നിൽക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് എ കോൺഫ്ലിക്റ്റ്. ഇത് ഹിസ്റ്റോറിയന്, ചരിത്രം എഴുതുന്ന ആൾക്ക് കൈകാര്യം ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഒരു വിഷയം എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പലപ്പോഴും ചരിത്രം പലതരത്തിൽപ്പെട്ട വൈഷമ്യങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കും ചരിത്രത്തെ കുറിച്ച് പറയാം. അത് ചായപ്പീടിയയിലാവാം, ചാനായ ഷോപ്പിലാവാം, അതല്ലെങ്കിൽ വേറെ ബാർബർ ഷോപ്പിലാവാം. എവിടെ ഇരുന്നിട്ടും നമുക്ക് ചരിത്രത്തെ കുറിച്ച് സംസാരിക്കാം. സോ ഇൻ എഫക്ട് ഉണ്ടായി വരുന്ന ഇതിൽ നിന്നുണ്ടായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ചരിത്രം, അതെങ്ങനെയാണ് നമുക്കിടയിൽ ഇന്ന് വിനിമയം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഇന്ന് നമ്മുടെ ഒരു ഹിസ്റ്ററി സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവർക്ക് ചുറ്റും ഇന്ന് ഒരുപാട് ചരിത്രത്തെ സംബന്ധിച്ച അറിവുകൾ കറങ്ങി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ വിപ്ലവത്തിന് ശേഷം പല രീതിയിൽ നമ്മൾ ചരിത്രത്തിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതിന് ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ അവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വാട്സപ്പുകളിലൂടെ പകർന്നു കൊടുക്കുന്ന ചരിത്രമാണ്. നിങ്ങൾക്കൊക്കെ മറ്റേ ഈ ഫാമിലി ഗ്രൂപ്പുകളുണ്ടോ? ഫാമിലി അതെ, നന്നായി. ഈ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ വലിയ കുറ്റിയൊഴുക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരു സംഭവത്തെ കുറിച്ചിട്ട്
എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ചരിത്രം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിന് ചരിത്രം ഉണ്ടാവുകയും അതിനൊരു ഒരു 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 ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു നരേഷൻ ഉണ്ടാവുകയും ആ നരേഷൻ നമ്മൾ നമ്മളുടെ നോർമാറ്റീവ് ഘടനയ്ക്കകത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയല്ലേ? അപ്പോ അതിന് എവിടെ അത് ആക്ച്വലി വാട്ട് ഈസ് നോട്ട് ഹിസ്റ്ററി എന്നുള്ളത് ഞാൻ കൺഫ്രണ്ട് ചെയ്തൊരു പ്രശ്നമാണ്. ഞാൻ നിങ്ങളിൽ നിന്നൊരു മറുപടിക്കാൻ വന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കാനല്ല. ബിക്കോസ് ഐ വാണ്ട് സം ക്ലാരിഫിക്കേഷൻ ഫ്രോം യു പീപ്പിൾ. ബിക്കോസ് നമുക്ക് ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിന്റെ ഒരു ഒരു കാര്യം എടുക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? അത് ടെലിവിഷനിലാണെങ്കിലും അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലാണെങ്കിലും അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും വളരെ ക്ലോസ്ഡ് ആയ ഒരു ഗ്രൂപ്പിനകത്താണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുക. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും, ഇത്തരം ചർച്ചകൾ, ഇത്തരം ഗ്രൂപ്പുകൾക്കകത്ത് നടക്കുന്ന ചർച്ചകൾ വ്യത്യസ്ത തരം പബ്ലിക് സ്ഫിയറിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിങ്ങൾക്ക് മറ്റേ എന്താ പറയാ, റോബിൻ ജെഫ്രിയുടെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ വിമൻ പൊളിറ്റിക്സ് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന പുസ്തകം, അല്ലെങ്കിൽ നായർ മേധാവിത്വത്തിന്റെ തകർച്ച, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് 1920കളുടെ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ഉണ്ടാകുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ വളർന്നു വരുന്ന പബ്ലിക് സ്ഫിയറിനെ കുറിച്ചിട്ടുള്ള വലിയ തോതിലുള്ള കൺഗ്രാറ്റുലേറ്റിംഗ് ആയിട്ടുള്ള കമന്റുകൾ നമുക്കതിൽ കാണാൻ പറ്റും. അതായത് മലയാളി എന്താ പറയാ, ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? എ കപ്പ് ഓഫ് ടീ ആൻഡ് പേപ്പർ. അപ്പോ അത് നിങ്ങൾക്ക് ആ കാലത്ത് അത് വലിയ രീതിയിൽ ഒരു വളരെ പോസിറ്റീവായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലമാണ്. അങ്ങനെ റോബിൻ ജെഫ്രി ഒക്കെ പറയുന്നത് ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടാവും, ഒരു പൊതുമണ്ഡലം ഉണ്ടാവും എന്നുള്ളതാണ്. ആ പൊതുമണ്ഡലത്തിന്റെ പ്രത്യേകത അത് യഥാർത്ഥത്തിൽ എല്ലാ ജനങ്ങളുടെയും ഒരു പക്ഷേ അവരുടെ ഡിസയർ, അതല്ലെങ്കിൽ അവരുടെ ആസ്പിരേഷൻ, അതല്ലെങ്കിൽ അവരുടെ ഉത്കണ്ഠ പൊതുവായി പങ്കുവെക്കപ്പെടുന്ന ഇടമായിട്ടാണ് ആ പൊതുമണ്ഡലം കണക്കാക്കപ്പെടുന്നത്. പക്ഷെ നോക്കൂ, 21ാം നൂറ്റാണ്ടിന് ശേഷം അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ട് തുടങ്ങുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ ഉണ്ടാവുന്നതോടുകൂടി നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഈ പബ്ലിക് സ്ഫിയർ ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, ഈ പബ്ലിക് സ്ഫിയർ തകരുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് അത് വിഷ്വൽ മീഡിയ ആവാം, പ്രിന്റ് മീഡിയ ആവാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയ ആവാം, അല്ലെങ്കിൽ സ്കൂളുകളാവാം. അതെ, പലതരം സ്കൂളുകളുണ്ടല്ലോ. നമുക്ക് അങ്ങനെയാണ്, നമുക്ക് പലതരം ഒരു വിദ്യാഭവൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ അപ്പുറത്തൊരു ഫേസ് ബോർഡ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ഒരു ഉണ്ടാവും. നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം, നിങ്ങൾക്ക് പ്രീ കൺസീവ് സംതിങ് ആൻഡ് യു ടാർഗറ്റ് സംബഡി നിങ്ങൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിലേറെ പൊതുമണ്ഡലങ്ങൾ ഉണ്ടാവും. ഈ ഒന്നിലേറെ പൊതുമണ്ഡലങ്ങൾ ഉണ്ടാവുകയും ആ പൊതുമണ്ഡലങ്ങൾ അതിനകത്ത് തന്നെ സമഗ്രമാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു ഫിലോസഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അകത്തേക്കാണ് നിങ്ങൾ ദൈനംദിന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്താ പറയാ, ദൈനംദിന കാര്യങ്ങളും ആ കാര്യത്തെ കുറിച്ചിട്ടുള്ള ചരിത്രവും നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ വിനിമയം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ സൈക്കിക്ക്, ആ നോർമാറ്റീവ് ഘടനയ്ക്കകത്ത് അത് വളരെയധികം ഉത്സാഹത്തോടെ സ്വീകരിക്കപ്പെടും. സോ വാട്ട് ഹാപ്പൻസ്? അങ്ങനെ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ തന്നെ ചിന്തക്കകത്ത് വളരെ ലളിതമായ ഒരു ചരിത്രത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പം ഉണ്ടാകുന്നു എന്നതാണ്. ഈ ലളിതമായ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നത് പലപ്പോഴും ആ ചരിത്രം കാണുന്ന ചരിത്രത്തിന്റെ സബ്ജക്റ്റിനെ പലപ്പോഴും ഒരു വലിയ വിക്ടിം ഹുഡിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഈ ചരിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും
ഇരവാദത്തിന്റെ കാര്യം പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മറ്റേ എന്താ പറയാ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഈ വാട്സപ്പ് ഇത് പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഷൊനാലിക കൗൾ എഴുതിയ ഒരു ലേഖനത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചരിത്രമാണ് പഠിപ്പിക്കാൻ പറ്റുക? കുട്ടികളെ നമുക്ക് എന്ത് ചരിത്രമാണ് പഠിപ്പിക്കാൻ പറ്റുക? കാരണം ഏത് ചരിത്രം പഠിപ്പിച്ചാലും ഏത് സംഭവം പഠിപ്പിച്ചാലും വേറൊരു കൂട്ടിൽ വരും ആ ചരിത്രം പഠിപ്പിക്കരുത്. സോ ആക്ച്വലി ചരിത്രം തന്നെ ഒരു എംബാറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് എന്നാണ് ഷൊനാലിക കൗൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇന്ന് പിന്നെ ഡൽഹിയിലെ പല യൂണിവേഴ്സിറ്റികളിലും മുഗൾ ചരിത്രം ഇല്ല. എന്തുകൊണ്ടാണ് മുഗൾ ചരിത്രം ഇല്ലാതെ? സോ മുഗൾ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള വളരെ സക്സിന്റ് ആയിട്ടുള്ള മറ്റൊരു ചരിത്ര വീക്ഷണം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ വീക്ഷണം എന്താണ്? അത് 11ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ നീളുന്ന 7 നൂറ്റാണ്ട് നീണ്ടു കിടക്കുന്ന മുസ്ലിം അഗ്രഷനെ കുറിച്ചിട്ടുള്ള ധാരണ. ഓക്കെ, അതായത് മുഹമ്മദ് ഗോറി മുതൽ ഗസ്നി മുതൽ നമുക്ക് വേണമെങ്കിൽ അവസാനത്ത് ഔറംഗസീബ് മരിക്കുന്നത് വരെയുള്ള 1707 ഔറംഗസീബ് മരിക്കുന്നത് വരെയുള്ള ചരിത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക വീക്ഷണം ഇന്ന് മൊത്തത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? മുസ്ലിങ്ങൾ ആക്രമണകാരികളാണ്, അവർ ഇന്ത്യയിലേക്ക് വന്നു ആക്രമിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ ക്ഷേത്രം തകർക്കുന്നു, ഇവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, ഇവിടുത്തെ മറ്റേ എന്താ പറയാ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്നു. ഓക്കെ, സോ ഈ 700 കൊല്ലത്തെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്രത്തെ ഇങ്ങനെ 4-5 സെന്റൻസുകളായിട്ടാണ് ഇങ്ങനെ അവതരിപ്പിക്കാൻ. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് ഈ യഥാർത്ഥത്തിൽ ആ എഴുത്തിൽ നിന്ന് ചോർന്നു പോകുന്നത് എന്താണ്? ആ എഴുത്തിൽ നിന്ന് ചോർന്നു പോകുന്നതിനാണ് നമ്മൾ ചരിത്രം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അത്തരത്തിലുള്ള പല സ്ഥലങ്ങളൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു UN പോയിട്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചു. നെതന്യാഹു എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ? ഗാസയിൽ 10,000-ഓളം ആൾക്കാരെ അല്ലെങ്കിൽ 10,000 കണക്കിന് ആൾക്കാരെ ചുട്ടു കൊന്നിട്ടുള്ള നെതന്യാഹു UN പോയിട്ട് പറയുന്നുണ്ട് 5000 കൊല്ലത്തെ ജൂതന്മാരുടെ പീഡാനുഭവത്തെ കുറിച്ചിട്ടുള്ള കഥയാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു പേപ്പറൊന്നല്ല, ഒരു അരപ്പേജ് കടലാസിൽ ഞങ്ങൾ അവിടെ ജന്മനാട്ടിൽ നിന്ന് തുരത്തി, പിന്നെ മറ്റേ ഓർഫിക്സിന്റെ കഥ, അതിനുശേഷം സ്ഥലം കിട്ടിയതിനു ശേഷമുള്ള കഥ, ഞങ്ങൾ എല്ലായിടത്തും ഇരകളാണ് എന്ന് അവർ പറയുന്നു. സോ അപ്പോ ജൂതന്മാർ ഏറ്റവും വലിയ വേട്ടക്കാരായിട്ടുള്ള ജൂതന്മാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് സയനിസത്തിന്റെ വക്താവായിട്ടുള്ള നെതന്യാഹു എങ്ങനെയാണ് അവർ ഇരവൽക്കരിക്കപ്പെട്ടത് എന്നതിന്റെ ചരിത്രം പറയുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ മുഗൾ ചരിത്രം ഇന്ത്യൻ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കണ്ടീഷൻ എന്താണ്? അതിന്റെ കാരണം എന്താണ്? അത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പല രീതിയിൽ ഉപദ്രവിച്ചു. അവിടെ ഈ വാട്സപ്പ് എന്താ പറയാ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരെ ആരെയാണ് ഇരകളാക്കുന്നത്? ഹിന്ദുക്കളെ ഇരകളാണ്. ഓക്കെ, സോ നമ്മള് അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് വായിക്കുന്ന സാധാരണക്കാരായ മറ്റേ എന്താ പറയുക വീട്ടമ്മമാരാവാം, വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം, മറ്റു രീതിയിൽ അക്കാദമിക് ആയ ചരിത്രവുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കാം. ഇവർക്കൊക്കെ ചരിത്രബോധം ഉണ്ടാവും. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ചില പേരുകൾ പറയുകയും ചില വർഷങ്ങൾ പറയുകയും ഈ വർഷത്തിൽ എന്താണ് നടന്നത് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചോദ്യവും ഒറ്റ ഉത്തരവും തീർക്കാൻ പറ്റുന്ന സംഭവമല്ല എന്ത് ചരിത്രം. ചരിത്രം പിന്നെ എന്താണ്? ചരിത്രം ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ ചരിത്രം എന്ന് വിളിക്കാം. ആ പ്രക്രിയയെ കുറിച്ച് വിശദമായി പഠിച്ച ആൾക്കാരുണ്ട്. അവരുടെ പുസ്തകങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ പിന്നെ റൂസ് സാറും മറ്റേ എന്താ പറയാ ശരവണൻ സാറും ക്ലാസ് എടുക്കുക.
ഓക്കെ, അത് വായിച്ച് പഠിച്ച് ലോജിക്കലായി അവരെന്താണ് ആർഗ്യൂ ചെയ്യുന്നത് നമ്മളോട് പറയാം. എന്നാൽ വായനയും പഠനവും ലോജിക്കും ഒന്നും വേണ്ടാത്ത മറ്റൊരു ചരിത്രം പാരലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ നമുക്ക് ഇഷ്ടം തന്നെയാണ്. കാരണം നിങ്ങൾ ഈ കാരണം അതിന് ചോദ്യങ്ങളില്ല. അത് നമുക്ക് എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് നമ്മൾ കൊളുത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അവസാനമായി അതിലൊരു വിക്ടിം ഹുഡിന്റെ സാധ്യതയുണ്ട്. ഇതൊക്കെ മനുഷ്യന് ഇഷ്ടമാണ്. കാരണം നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ്. നമ്മുടെ തലച്ചോറിന്റെ പ്രശ്നം പറയുന്നത് അത് എല്ലതും ഒരേ ടൈമിൽ രൂപപ്പെട്ടതല്ല എന്നതാണ്. തലകത്തി നോക്കണ്ട. കാരണം തലച്ചോറ് തന്നെ എവല്യൂഷനാണ്. ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് തലച്ചോറ് ഉണ്ടാവുന്നത്. സോ നമ്മൾ പലതരത്തിലുള്ള മനുഷ്യകുലം എന്ന് പറയുന്നത് പലതരത്തിൽപ്പെട്ട പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അതപ്പോ ആ പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ അതിനെ നേരിടാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പല ഭാഗങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, നിങ്ങളുടെ അമിഗ്ദല എന്നൊക്കെ പറയുന്ന സാധനം ഏറ്റവും ലാസ്റ്റ് രൂപപ്പെടുന്ന സാധനമാണ് നിയോ കോർട്ടക്സ്. ഈ നിയോ കോർട്ടക്സിലാണ് ലോജിക്കലായിട്ടുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും നിൽക്കുക. ഓക്കെ, പക്ഷെ മനുഷ്യൻ എപ്പോഴും ലോജിക്കലല്ല. മനുഷ്യൻ എപ്പോഴും ഇഷ്ടം എന്താ പറയുന്നത്? മനുഷ്യന് ഇഷ്ടം ഇങ്ങനെ ഒരു നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാനും മറ്റുള്ളവരെ ഫൈറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടിപ്പോവുക. ഈ ഒരു മാനസികാവസ്ഥയാണ് മനുഷ്യന് ഇഷ്ടം. നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഇടപെടുമ്പോൾ സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞാലും നമ്മൾ ദേഷ്യത്തിൽ പ്രതികരിക്കും. കാരണം സുഹൃത്ത് പറഞ്ഞതിനെ നമ്മൾ വേറെ രീതിയിലാണ് എന്താ പറയാ മറ്റേ എന്താ പറയാ ഹണ്ടിങ് ഗാദറിംഗ് സമൂഹത്തിലെ ഒരാള് ഡീൽ ചെയ്യുന്നത് പോലെയാണ് സുഹൃത്തിന്റെ വാക്കുകളെ നമ്മൾ ഡീൽ ചെയ്യാം. അങ്ങനെ വരുമ്പോ ആ ഘട്ടത്തിൽ വികസിച്ചു വരുന്ന തലച്ചോറിന്റെ ആ ഭാഗമാണ് ചില സമയത്ത് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളൊരു എതിരാളിയെ കാണണം. ഒരു എതിരാളിയെ കാണുന്നു, ഒരു ശത്രുവിനെ കാണുന്നു. ആ ശത്രുവിനെതിരെയുള്ള ഒരു യുദ്ധമാണ് ആക്ച്വലി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയും. കാരണം ജീവിതത്തിലെ പല കാര്യങ്ങളും മറക്കാൻ, ജീവിതത്തിലെ പല ദുരിതങ്ങളും മറക്കാൻ നമ്മളെ അത് സഹായിക്കും. ഓക്കെ, വളരെ ദുരിതത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഇത് മുഴുവൻ മുസ്ലിമാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ സന്തോഷമാണ്. ഒരാളുള്ളത് വിമർശിക്കാൻ ഒരാളുണ്ട്. അതേസമയം നിങ്ങൾ തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നു, ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുന്നു, അത് നിങ്ങളുടെ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടാക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ബിക്കോസ് നിങ്ങളൊരു പെർഫെക്റ്റ് ടൈപ്പറെ നിങ്ങൾക്ക് നേരെ മുമ്പിൽ കിട്ടണം. അത് മുസ്ലിമായ നന്നായി, അല്ലെങ്കിൽ വേറെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികളായ നന്നായി. സോ ഓരോ ചരിത്ര ഘട്ടത്തിലും നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ എടുക്കുന്ന വളരെ ഉപരിപ്ലവമായ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളാണ് ആക്ച്വലി നമ്മൾ നിരന്തരമായിട്ട് ഇപ്പോ എന്താ പറയാ കൺഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള ചരിത്ര രചനയുടെ ഭാഗമായി, അല്ലെങ്കിൽ ചരിത്രത്തെ മനസ്സിലാക്കലിന്റെ ഭാഗമായി, അതായത് ഈ ചരിത്രത്തെ മനസ്സിലാക്കലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചരിത്രത്തിൽ ഒരു ശത്രുവിനെ കാണുന്നു എന്നതാണ്. ഒരു ശത്രുവിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ എല്ലാ ആർഗ്യുമെന്റും ഉണ്ടാകുക. ഇന്ന ആൾക്കാരാണ് ഇത് മുഴുവൻ ചെയ്തത്, ഇന്ന ആൾക്കാരാണ് ഇത് മുഴുവൻ ചെയ്തത്. സോ ഈ ശത്രുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചരിത്രത്തെ കാണുന്നു. സോ അപ്പൊ അതായത് ചരിത്രത്തിന്റെ പ്രക്രിയയല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, ചരിത്രത്തിന്റെ പ്രക്രിയക്കകത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ, വേറിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, ആ ആൾക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചില സ്വത്വങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോ ഈ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ചില ശത്രുക്കളെ കണ്ടെത്താനും അവരെ വിമർശിക്കാനും അവരെ ഇല്ലാതാക്കാനും ഉള്ള
ഒരു ഒരു എന്താ പറയാ ഫോഴ്സായി പിന്നിൽ നിന്നുള്ള ഒരു സപ്പോർട്ടായിട്ട് ഇത് നിൽക്കുന്നു, ചരിത്രം നിൽക്കുന്നു. അങ്ങനെ ചരിത്രം നിൽക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും ഈ കാരണം അങ്ങനെ നിൽക്കുന്ന ഒരു ചരിത്രത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ മുഗൾ കാലത്തെ കുറിച്ചിട്ടുള്ള വളരെ വലിയ പല തരത്തിൽപ്പെട്ട പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പഠനങ്ങൾ മുഗൾ കാലഘട്ടത്തിലെ സ്റ്റേറ്റിന്റെ രൂപം എന്താണ്, മുഗൾ കാലഘട്ടത്തിലെ റവന്യൂന്റെ രൂപം എന്താണ്, മുഗൾ കാലത്തിലെ പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു, അവിടുത്തെ ലേബർ എങ്ങനെയായിരുന്നു, അവിടുത്തെ ഫിലോസഫി എങ്ങനെയായിരുന്നു, അവിടുത്തെ പിന്നെ മറ്റു ദർശനങ്ങൾ, അവിടുത്തെ കൾച്ചർ ലൈഫ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളൊക്കെ പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് ഒന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊന്ന് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ്. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചരിത്രകാരന്മാരുടെ പ്രത്യേകത അവരൊക്കെ ഒരു മാർക്സിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ സ്വീകരിക്കുന്നവരായിരുന്നു ഒരു കാലത്ത് എന്നതാണ്. ഇന്ന് ആ എല്ലാ ചരിത്രകാരന്മാരെയും മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക പ്രക്രിയ പഠിച്ചിരുന്ന എല്ലാ ചരിത്രകാരന്മാരെയും ഇന്ന് വിളിക്കുന്നത് ഡിസ്റ്റോറിയൻസ് എന്നാണ്. ഹിസ്റ്റോറിയൻസ് എന്നല്ല, ഡിസ്റ്റോറിയൻസ് എന്നാണ് വിളിക്കുന്നത്. ആരാണ് ഡിസ്റ്റോറിയൻസ്? ചരിത്രത്തെ ഡിസ്റ്റോർട്ട് ചെയ്തത്. അതായത് സാമൂഹ്യ പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു സുപ്രഭാതത്തിൽ എന്തായിട്ട് മാറുന്നു? ഡിസ്റ്റോറിയൻസ് ആയിട്ട് മാറുകയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചരിത്രം മുഴുവൻ ഏതോ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന് വരുത്തി തീർക്കുന്ന ആൾക്കാരെ യഥാർത്ഥ ഹിസ്റ്റോറിയൻസ് ആയിട്ട് മാറുകയും ചെയ്യും. സോ അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചരിത്രത്തിന്റെ നമുക്ക് ചില മെത്തഡോളജീസ് ഉണ്ട്. ചരിത്രം പഠിക്കുന്നതിന് നമുക്ക് ചില രീതിശാസ്ത്രങ്ങളുണ്ട്. ഈ രീതിശാസ്ത്രം ഉപയോഗിച്ച് ചരിത്രത്തെ പഠിച്ച് അതിനെക്കുറിച്ചുള്ള ചരിത്രം എഴുത്ത് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷനും, അതേസമയം സബ്ജക്റ്റീവായ വളരെ ആത്മനിഷ്ഠമായ ചില സംഗതികൾ മുന്നിൽ വെച്ചുകൊണ്ട് ചരിത്രത്തെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥ ചരിത്രവുമായിട്ട് മാറും. സോ ദിസ് ഇസ് ഇത് ഈ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും രൂപപ്പെട്ടു വരുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രശ്നം എന്താണ്? ഈ പ്രതിസന്ധി ആക്ച്വലി അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രം ഏതൊക്കെയോ ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഗ്രൂപ്പുകൾ തമ്മിൽ, അത് രണ്ട് മതങ്ങൾ തമ്മിലാവാം, അല്ലെങ്കിൽ രണ്ട് ജാതികൾ തമ്മിലാവാം, അല്ലെങ്കിൽ രണ്ട് ജെൻഡർ തമ്മിലാവാം. ഇവരൊക്കെ തമ്മിൽ നടക്കുന്ന ബൈനറി ആയിട്ടുള്ള ഒരു പ്രത്യേക ദ്വന്ദ്വത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന നിരന്തര ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും കഥയായിട്ട് എന്ത് മാറുന്നു? ചരിത്രമാകും. മറ്റൊന്നുമില്ല. ചരിത്രത്തിൽ നിങ്ങൾക്ക് തൊഴിലുണ്ടാവാം, ചരിത്രത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചരിത്രം രൂപപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള മറ്റന്വേഷണങ്ങൾ ഉണ്ടാവാം. ഇത് മുഴുവൻ തമസ്കരിക്കപ്പെടുകയും ഇത്തരത്തിലുള്ള ചില ഐഡന്റിറ്റികൾ തമ്മിലുള്ള ഒരു തർക്കമായി ചരിത്രത്തെ കാണുകയും ചെയ്യുന്ന ഒരു പുതിയ സംവിധാനം അല്ലെങ്കിൽ ഒരു പുതിയ രീതി എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രരചന രംഗത്ത് നീണ്ടുവരും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ആക്ച്വലി ഇതുണ്ടാക്കുന്ന പ്രത്യേകത നോക്കൂ. നമുക്ക് ഇതുണ്ടാക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും നമ്മൾ കാണുന്ന, എല്ലാ സമൂഹങ്ങളിലും ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ലിബറൽ സ്പേസ് അപ്രത്യക്ഷമാവുന്നു എന്നുള്ളതാണ്. ഒരു ലിബറൽ, വാട്ട് ഈസ് ലിബറൽ സ്പേസ്? നോക്കൂ, ചരിത്രത്തിൽ എപ്പോഴും അത്തരത്തിലുള്ള മറ്റേ ചില വളരെ ഉദാരമായ ഇടങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് മെല്ലെ അപ്രത്യക്ഷമാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന തരത്തിൽപ്പെട്ട ചരിത്രത്തിന്റെ സർക്കുലേഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പിന്നെ ഫലസ്തീൻ പ്രശ്നം എടുക്കാം. ഫലസ്തീൻ പ്രശ്നം 1920 മുതൽ അല്ലെങ്കിൽ 1919 മറ്റേ ഇവരുടെ മാൻഡേറ്റ്, ഫ്രഞ്ച് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഫലസ്തീന് മുകളിൽ ഉണ്ടാകുന്നത് തൊട്ട് തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. അത് അന്ന് മുതൽ തന്നെ അതിന് മുൻപ് തന്നെ സയനിസം ഉണ്ട്, നമുക്കറിയാം. ഇസ്രായേലിന്റെ ചരിത്രത്തെ ഒരു പ്രത്യേക രീതിയിൽ കാണാനുള്ള ശ്രമങ്ങളുണ്ട്, നമുക്കറിയാം. ഇതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ്
രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്നതോടുകൂടി നമുക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകും. 1940 നമ്മളിപ്പോൾ നിൽക്കുന്നപ്പോഴാണ് 2025. 2024 നമുക്ക് ഇസ്രായേലിനെതിരെയുള്ള ഫലസ്തീനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകും. ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ പരസ്പര ഫലസ്തീന് മുകളിലുള്ള ഈ ഏകപക്ഷീയമായ ആക്രമണത്തിൽ അവർ ലക്ഷ്യം വെക്കുന്ന ആരെയാണ്? ജനങ്ങളെയാണ്. ഓക്കെ, അത് ആ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കാണുന്നത് ഹമാസിനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഹമാസിനെ വിമർശിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹമാസ് അവിടുത്തെ മറ്റേ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ്. സോ വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പക്ഷേ ഈ ഫലസ്തീൻ ദേശീയത സംബന്ധിച്ച് വളരെ തീവ്രമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണ് ആര്? ഹമാസ്. ഓക്കെ, എങ്ങനെയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഇത് എത്തുന്നത്? മറ്റുള്ളവരൊക്കെ എവിടെ? ഇസ്രായേൽ രാഷ്ട്രീയത്തിന്റെ ആദ്യ വാക്ക് ഹമാസ് ആയിരുന്നില്ല. അവിടെ ഒരുപാട് പീസ് പ്രവർത്തകരുണ്ടായിരുന്നു. PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള അവിടെ ഇടതുപക്ഷ പാർട്ടികളുണ്ടായിരുന്നു. എവിടെ അവരൊക്കെ പോയി? വേറെ എപ്പോഴും ആലോചിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ് ടു തുർക്കി? തുർക്കിയിൽ എന്താണ് സംഭവിക്കുന്നത്? സിറിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാം. ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റ് ആയിട്ട് കരുതുന്നത് ആരെയാണ്? താലിബാൻ ഗവൺമെന്റാണ്. ഓക്കെ, ഇന്ത്യയിലെ ഗവൺമെന്റ് എന്താണ്? ഫാസിസ്റ്റ് ഗവൺമെന്റാണ്. സോ ലോകത്ത് ഏതാണ്ട് പൂർണ്ണമായും ഓക്കെ അമേരിക്കയിൽ ട്രംപാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ കടുംപിടുത്തത്തിന്റെ വാക്താക്കളാണ് ഭരണകർത്താക്കളായിട്ട് വരുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് മറ്റേ ഒരു എല്ലാവരും പറയുന്ന പോലെ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ മറ്റുള്ളവരൊക്കെ എവിടെ പോയി? അവരെങ്ങനെയാണ് നിശബ്ദരാകുന്നത്? ഈ AC ഒരു പ്രശ്നമാണ്. സോറി ഫോർ ദ ഇന്ററപ്ഷൻസ്. അല്ല, അപ്പൊ അവരൊക്കെ എവിടെയാണ് പോകുന്നത്? എങ്ങനെയാണ് അവർ അപ്രത്യക്ഷമാകുന്നത്? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ പോകുന്നത്? ഇവരൊക്കെ എവിടെ പോയി നമ്മൾ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു ലിബറൽ സ്പേസിന്റെ അഭാവം എന്ന് വിളിക്കുന്നത്. ലോക തലത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രീയത്തിൽ അത്തരത്തിൽപ്പെട്ട ലിബറൽ സ്പേസുകൾ ഇല്ലാതെയാവുന്നു. ഈ ലിബറൽ സ്പേസുകൾ ഇല്ലാതെയാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഫാൾസ് ഹിസ്റ്ററീസിന്റെ പ്രചരണം. ഫാൾസ് ആയിട്ടുള്ള വളരെ തെറ്റായ ചരിത്രത്തിന്റെ പ്രചരണത്തിലൂടെയാണ് ആക്ച്വലി ഈ ഇത്തരത്തിൽപ്പെട്ട ലിബറൽ സ്പേസ് എന്ന് പറയുന്നത് അപ്രത്യക്ഷമാകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങള് മലപ്പുറം കോളേജിൽ നിന്ന് ഞങ്ങളൊരു പഠനയാത്ര പോയി. അത് രാജസ്ഥാനിലേക്ക്. ഞങ്ങളുണ്ടായിരുന്നു 10-15 PG കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ യാത്ര പോയി. ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾ അഹമ്മദാബാദിലേക്കാണ്. രാജസ്ഥാനിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്ക് വന്നു. അഹമ്മദാബാദിൽ വന്നപ്പോൾ
രാവിലെ ഒരു 5:15 ഞങ്ങൾ അഹമ്മദാബാദിലെത്തിയത്. സോ പിന്നെ ഞങ്ങൾക്ക് കേരളത്തിലേക്കുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം 3:30 സോ ഒരു 10 മണിക്കൂറിലേറെ അവിടെ ഉണ്ട്. ഈ 10 മണിക്കൂറിൽ ഏറെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് പോയത് ഒരു എന്താ പറയാ ഒരു മതത്തിന്റെ ഒരു ധർമ്മശാലയിലേക്ക്. അപ്പൊ ആദ്യം ഞങ്ങൾ പോയി, ഞാനും ഈ ടൂറിന്റെ ഓപ്പറേറ്ററായിട്ട് നൗഫൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് 10-15 കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷ് അപ്പ് ആവണം, ഞങ്ങൾക്ക് ഒരു സമയം തരണം, അതിന് പറ്റിയ സ്ഥലം. അപ്പോൾ ഓക്കെ വന്നോളൂ, ഞാൻ മൂന്ന് റൂമൊക്കെ ഞങ്ങൾക്ക് തന്നു. ഇങ്ങനെ 3 റൂമുകൾ തന്നു. ഞങ്ങളപ്പോൾ ഞങ്ങൾ കുട്ടിയോട് പറഞ്ഞു നമുക്ക് പോവാം. ഞങ്ങളിങ്ങനെ മറ്റേ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വന്നു, അവിടെ എത്തി. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ മറ്റേ തട്ടവും മക്കനൊക്കെ തട്ടിയിട്ടുണ്ട്. അവരെ കണ്ടതോടുകൂടി അയാൾ പറഞ്ഞു, നിങ്ങൾക്കിവിടെ റൂമില്ല. ഇത് ആക്ച്വലി നോക്കൂ, ഒരു പ്രശ്നമില്ല, ഒരാളും ചോദിക്കാനില്ല. ഈ മുസ്ലിം കുട്ടികളടങ്ങിയ ഒരു ഗ്രൂപ്പിന് ഞങ്ങൾ എന്താ കാര്യം, ഞങ്ങൾ പൈസ ഒക്കെ തരുന്നുണ്ടല്ലോ, അല്ല റൂമില്ല. നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോയപ്പോഴേക്കും നൗഫൽ പിടിച്ചിട്ട് പറഞ്ഞു, മാഷേ ഇത് കേരളമല്ല, അതുകൊണ്ട് ആർഗ്യുമെന്റ് ഒന്നും വേണ്ട. നൗഫലിന് അറിയാം സ്ഥലം, ഞങ്ങൾ തിരിച്ചു പോകും. സോ നോക്കൂ, ഇങ്ങനെ നിങ്ങളെ ഏതെങ്കിലും രീതിയിലുള്ള നമ്മളുടെ അടയാളങ്ങളെ നോക്കിക്കൊണ്ട് ആളെ വിലയിരുത്തുന്ന ഒരു രീതി നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഗുജറാത്തിൽ നിന്ന്. സോ എങ്ങനെ അപ്പൊ ഈ അഹമ്മദാബാദ് ആക്ച്വലി ഒരുപാട് മുസ്ലിം കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ടൗണാണ് അഹമ്മദാബാദ്. 2002 എന്താ പറയാ ജനസൈഡ് എന്ന് പറയുന്ന ഉന്മൂലനത്തിന്റെ വലിയ ചരിത്രം അഹമ്മദാബാദിൽ പറയാനുണ്ട്. അപ്പം നോക്കൂ, അതായത് ഇന്ന് ഗുജറാത്തിൽ ഇത്തരത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാനോ അതിലിടപെടാനോ പറ്റിയ ആൾക്കാർ, അതിനാണ് ഞാൻ പറയും ലിബറൽ സ്പേസിന്റെ എന്താ പറയുക ഷ്രിങ്കിങ് എന്ന് പറയുന്നത് നടക്കുന്നത്. അതായത് ഇന്ന് നമുക്കൊക്കെ വളരെ വളരെ സേഫായി മറ്റൊരു തരത്തിൽ നമ്മളുടെ വിക്ടിംഹുഡിനെ താലോലിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റിയ ഈ എന്താ പറയാ പബ്ലിക് സ്ഫിയറുകൾ വളർന്നു വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. സോ ദർ ഇസ് എ ഹിന്ദു പബ്ലിക് സ്ഫിയർ ആൻഡ് ദർ ഇസ് എ മുസ്ലിം പബ്ലിക് സ്ഫിയർ അറ്റ്ലീസ്റ്റ്. ഇതാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടായി വരുന്നത്? 2002 പിന്നെ മുസ്ലിം വംശഹത്യ നടന്നതിന് ശേഷം ഗുജറാത്തിനെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഘനശ്യാം ഷായുടെ ഗുജറാത്ത് ദ ലബോറട്ടറി ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം. 2002 ഈ സംഭവത്തിന്റെ റൂട്ട് അദ്ദേഹം തുടങ്ങുന്നത് 1969 മുതലാണ്. 1969 മുതൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഗുജറാത്തിന്റെ സിവിൽ സൊസൈറ്റിക്കകത്ത്, സിവിൽ സൊസൈറ്റിയിൽ നയിച്ച ആൾക്കാർ നമ്മളൊക്കെയാണ്, ഇതിനകത്ത് വലിയ തോതിലുള്ള ധ്രുവീകരണം നടക്കുന്നു എന്നാണ് ഘനശ്യാം ഷാ പറയുന്നത്. എങ്ങനെയാണ് ഈ ധ്രുവീകരണം നടക്കുന്നത്? ഇത്തരത്തിൽപ്പെട്ട ധ്രുവീകരണം നടക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേരിട്ടുള്ള ഇടപെടലുകളിലൂടെ അല്ല. അദ്ദേഹം പേരെടുത്ത് പറയുന്ന 2-3 മാധ്യമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്. ഈ വർത്തമാന പത്രങ്ങൾ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന നുണകളാണ് ഗുജറാത്തിനെ ഏറ്റവും ചുരുങ്ങിയത് 2 സെക്ഷനാക്കി തിരിക്കുന്നത്.
ഓക്കെ, അതായത് ഗുജറാത്തില് മുസ്ലിം വിരോധത്തിന്റെ കഥകൾ എന്നും പത്രങ്ങളുടെ രൂപത്തിൽ അവിടുത്തെ വായനക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു പൊതുബോധമാണ് പിന്നീട് അവിടുത്തെ BJPയുടെ വിജയമായിട്ട് മാറുന്നത്. ആ പൊതുബോധമാണ് നമുക്കൊരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ലിബറൽ എന്ന് വിളിക്കാവുന്ന കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമാകും. കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട്. ഓക്കെ, പക്ഷെ നോക്കൂ, സോ കൺസിസ്റ്റന്റ് ആയി നടക്കുന്ന ചരിത്ര വിരുദ്ധമായ കാര്യങ്ങളുടെ പ്രചരണമാണ് ആക്ച്വലി വലിയ തോതിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത്. സോ നിങ്ങൾ അപ്പൊ ഏത് കാര്യവും നമ്മളുടെ നമ്മളുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നോക്കുക. അങ്ങനെ നമ്മളുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ മതത്തിന്റെയോ ജാതിയുടെയോ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ട്രെയിനിങ് ആണ് 69 മുതൽ എവിടെ നടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് അപ്പുറത്ത് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ മതത്തിന്റെ ഐഡന്റിറ്റി, ജാതിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി ആയിട്ട് മാറും. ഡൽഹിയിലെ മറ്റേ കോളേജുകളിൽ നിങ്ങളുടെ സുഹൃത്ത് ഉണ്ടല്ലോ, അവള് പറഞ്ഞ കഥയാണ്. അവിടെ പറയുന്നത് പല സ്ഥലത്തും കുട്ടികൾ വരും, ഡൽഹിയിൽ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ വരും. അവർ ആദ്യമായിട്ട് പറയാ മുസ്ലിം കുട്ടികളോട് മിണ്ടരുത്. ആദ്യ നിർദ്ദേശമാണ് മുസ്ലിം കുട്ടികളെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇത്. പിന്നെ ആ കുട്ടികളും 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ്. പല കോളേജുകളിലെ അധ്യാപകരും അങ്ങനെ ചരിത്രം എടുക്കുന്നവരാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ ഈ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമാണ്. ക്ലിയർ? നമ്മളൊക്കെ ഈ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണല്ലോ. ഈ സിവിൽ സൊസൈറ്റിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ തന്നെ വർഗീയവൽക്കരണത്തിന്റെ ഒന്നുകിൽ കാരണമാവാം, അല്ലെങ്കിൽ ഇരകളാവാം, അതിന്റെ പ്രചാരകരാവാം. എപ്പോഴെങ്കിലും നമ്മളിത് നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ നോക്കൂ, കേരളത്തിന്റെ ചെറിയൊരവസ്ഥ. നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു എന്താ പറയാ, ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടാൽ, ഒരു പ്രതി ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാൽ, ഒരു ഉദ്യോഗസ്ഥനെ അപ്പോയിന്റ് ചെയ്താൽ, ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടാൽ, ഒരു സിനിമ ഇറങ്ങിയാൽ, ഓക്കെ, അങ്ങനെ ഏത് സന്ദർഭത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ, ഒരു സ്ഥാനാർത്ഥി തോറ്റാൽ, എല്ലാ സന്ദർഭത്തിലും നമ്മുടെ വിശകലനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മളുടെ ഒന്നുകിൽ റിലിജിയന്റെ അല്ലെങ്കിൽ ജാതിയുടെ ഐഡന്റിറ്റി വെച്ചുകൊണ്ടാണ്. ആ ആൾ ആരാണ്, ആ ശിക്ഷിക്കപ്പെട്ട ആൾ ആരാണ്, അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട ആൾ ആരാണ്? അത്തരത്തിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പേരുകൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലെ പൊതുമണ്ഡലത്തിലെ ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. കേരളത്തിന്റെ 2025 വരെ, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ 1956 ശേഷം 2024 വരെയുള്ള കേരളത്തിന്റെ പുരോഗതിയിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട്. അത് ആരുടെങ്കിലും ഒരു കൂട്ടത്തെ മാത്രമല്ല കേരളം എന്ന് പറയുന്നത്, കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കേരളത്തിന്റെ പൊതുമണ്ഡലം എന്ന് പറയുന്നത്. പക്ഷെ നോക്കൂ, ഇന്ന് നിങ്ങൾക്ക് ഇപ്പോ നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ ഈ ജാതി മതം വെച്ചുകൊണ്ടുള്ള
വിലയിരുത്തലുകളാണ് പലപ്പോഴും പത്രങ്ങളുടെ വാർത്ത അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലെ വാർത്ത എന്ന് പറയുന്നത്. അത് നമ്മളെ ചോദ്യം ചെയ്യേണ്ടതില്ല. ഒരാളെ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുമ്പോൾ ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നത് ഒരു ലീഗൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ പൗരന്മാരാകുന്നത്. അല്ലെങ്കിൽ മറ്റൊരാള് മോചിപ്പിക്കപ്പെടുന്നത് അത് വേറൊരു തരം ലീഗൽ പ്രൊസീജിയറാണ്. ഈ ലീഗൽ പ്രൊസീജിയറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഇന്ത്യൻ ലീഗാലിറ്റിയുടെ പ്രശ്നമാണ്, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ പ്രശ്നം. ആ അർത്ഥത്തിലല്ല നമ്മൾ അതിനെ കാണുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാതരം ആക്ടിവിറ്റികളെയും എല്ലാതരം കാഴ്ചകളെയും മതപരമായി വിശദീകരിക്കുന്ന, മതപരമായി ജാതിപരമായി കാണുന്ന ഒരു പ്രവണത കേരളത്തിൽ വളരെ അധികം വർദ്ധിച്ചു വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു കാര്യവും നമ്മൾ ചർച്ച ചെയ്യാറില്ല. സോ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു ദുസ്സൂചനയാണ്. ഗുജറാത്തിലെ പത്രങ്ങൾക്ക് ഗുജറാത്ത് പോലെയുള്ള ഒരു അവസ്ഥ, 2002 ഗുജറാത്ത് പോലെയൊരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് കേരളത്തിലെ പത്രങ്ങൾക്കും കഴിയും. കേരളത്തിൽ ഒരു ലിബറൽ സ്പേസ് നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പുറത്തെ വാർത്തകളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും. കേരളത്തിലും ലിബറൽ സ്പേസ് ഇല്ലാതെയാവുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിമർശനം പലരും ഉന്നയിക്കുന്നത് അവരുടെ ജാതി മത പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാൻ പറ്റില്ല. സോ ഒരു ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു സെക്യുലർ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയും ചരിത്രത്തിന്റെ മെത്തഡോളജി അനുസരിച്ചുകൊണ്ട് കാര്യങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരു വൈജ്ഞാനികമായ രീതിശാസ്ത്രം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വൈജ്ഞാനികമായ രീതിശാസ്ത്രം നഷ്ടപ്പെട്ടുകൊണ്ട് അതില്ലാതെ പടച്ചുവിടുന്ന ചരിത്രത്തെയാണ് നമ്മൾ എന്താ പറയാ ചരിത്രമല്ലാത്ത ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതിന് ചരിത്രത്തിന്റെ ഒരു എന്താ പറയാ മട്ട് കണ്ടുണ്ടാവും. അതിലൊരു പുറം കാഴ്ചയിൽ നമുക്ക് ചരിത്രമാണ് എന്ന് തോന്നും. പക്ഷെ അകത്ത് ഒരു ചരിത്രത്തെ അതാക്കുന്ന യാതൊരു തരത്തിൽപ്പെട്ട വിശകലനങ്ങളും അതിന് ഉണ്ടാവില്ല. സോ നമുക്ക് നമ്മുടെ ചരിത്രകാരന്മാര് നമുക്ക് ഏറ്റവും ഇഷ്ടം നമുക്കിന്ന് ഈ TV ചാനലുകളിലെ ആൾക്കാരെയാണ്. അവരാണ് ചരിത്രം പറയുക, അവർ പറയുന്നതാണ് ചരിത്രം, അവർ ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യം. അതിന് സോ നമ്മളുടെ വിശകലനത്തിന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ വിഷയത്തിലും ഇതുണ്ട്, എല്ലാ വിഷയത്തിലും ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്താ പറയാ സയൻസ് കോൺഗ്രസിൽ നമ്മൾ ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടന്നത് ഇന്ത്യയിലാണ് എന്ന് സ്ഥാപിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ വലിയ ആക്രമണോത്സവമായി നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ചരിത്രമാണ് എന്നുള്ളതാണ്. സോ ഇവിടെ ജാനകി നായർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരി, അവർ വളരെ പ്രധാനപ്പെട്ട ചരിത്രകാരിയാണ്. അവര് മദ്രാസ് സിറ്റിയുടെ ഹിസ്റ്ററി ഒക്കെ എഴുതിയ ചരിത്രകാരിയാണ്. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് ഹിസ്റ്റോറിക് ടെമ്പർ നഷ്ടപ്പെടുന്നു എന്നതാണ്. അവർ പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ച ഒരു പദമാണ്. എന്താണ് ഈ ഹിസ്റ്റോറിക് ടെമ്പർ? നമ്മൾ സയൻസ് ടെമ്പർ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. കേട്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഓർമ്മയില്ല തോന്നാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? സയന്റിഫിക് ടെമ്പർ എന്താണ്? സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് എന്താ പറയുക,
മഴ ഉണ്ടാവുന്ന എങ്ങനെ ചോദിക്കാം. ഓക്കെ അല്ലേ? അതിനെങ്ങനെ മറുപടി പറയാനുള്ളത്? നീരാവി, ആകാശം, തണുപ്പ് അല്ലേ, മഴ. ഓക്കെ, സോ വി ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ എ സയന്റിഫിക് വേ. ഒരു കാര്യത്തെ നമ്മൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സയന്റിഫിക് നമ്പർ എന്ന് പറയാം. ഇതിന് വേറെ ഉത്തരം നമ്മളടുത്ത് ഇല്ലായിട്ടല്ല, ഇതിന് ഉത്തരമൊക്കെ നമ്മളെടുത്തുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ അമ്മയുടെ ഒക്കെ തിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെയല്ല നമ്മൾ പറഞ്ഞത് അല്ലേ? അമ്മ പറഞ്ഞത് എന്താണ്? അത് ദൈവം ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ പല പല സ്ഥലത്തും നമ്മളത് കേട്ടിരിക്കും. പക്ഷെ പരീക്ഷ ചോദിച്ചാൽ നമ്മൾ ആ ഉത്തരം എഴുതാറില്ല, ഇല്ലല്ലോ, നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. കാരണം നമുക്ക് അതിനെയാണ് നമ്മൾ സയന്റിഫിക് ടെമ്പർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ദൈവത്തിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പലരും പലതരത്തിൽപ്പെട്ട മതങ്ങൾ ഉണ്ട്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് എന്താണ് എവിടെയാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് ധാരണ നമുക്കുണ്ട്. അപ്പോ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ഒരു പ്രത്യേക രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട്, ശാസ്ത്രീയമാണ് എന്ന് നമ്മൾ കരുതുന്ന ഒരു രീതിശാസ്ത്രം അനുസരിച്ച് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നതിനെ, അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പിനെ, അത് കേൾക്കാനുള്ള കഴിവിനെ, അത് മനസ്സിലാക്കാനുള്ള ജനാധിപത്യ ബോധത്തെ ഒക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സയന്റിഫിക് ടെമ്പർ. ക്ലിയർ? അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പിന്നെ രാജേന്ദ്ര പ്രസാദിന്റെ റൂമിൽ, ആദ്യത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിന്റെ റൂമിൽ വെക്കുന്ന ഗണപതിയുടെ ചിത്രം അത് ഇവിടെ വേണ്ട, നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറയാൻ ഞങ്ങളോട് പറ്റുന്നത്. ഓക്കെ, ഈ സയന്റിഫിക് ടെമ്പർ പോലെയുള്ള മറ്റൊരു സാധനമാണ് എന്ത്, ഹിസ്റ്റോറിക് ടെമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന സാധനങ്ങളെ നിങ്ങൾ പഠിക്കുന്ന ചരിത്രത്തിന്റെ മെത്തഡോളജി അനുസരിച്ചിട്ട് വിശകലനം ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ഹിസ്റ്റോറിക് ടെമ്പർ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഉണ്ടായിരുന്നു 1921 കലാപത്തെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്? അത് കാർഷിക കലാപമാണെന്നാണ്. ഒറ്റ നോട്ടത്തിൽ വേണം ഹിന്ദു മുസ്ലിം ലഹളയാണെന്ന് പറയാം. അങ്ങനെയല്ലല്ലോ ആൾക്കാർ പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുന്നു, അവിടുത്തെ കാർഷിക ബന്ധങ്ങൾ പഠിക്കുന്നു. കാർഷിക ബന്ധങ്ങൾ പഠിച്ചിട്ട് പിന്നെ എന്തൊക്കെയാണ് കുടിയാന്മാരുടെ പ്രശ്നങ്ങൾ എന്ന് കാണുന്നു, എങ്ങനെയൊക്കെയാണ് ഷെയർ ക്രോപ്പിംഗിന്റെ ക്രൈസിസ് ഉണ്ടാവുന്നത്. റിസൾട്ട് ഓഫ് ദ ക്രൈസിസ് ഇൻ ഷെയർ ക്രോപ്പിംഗ്. അതിന് നമ്മൾ പറയുന്നു ഇത് അല്ലെ, അങ്ങനെ പഠിക്കരുത്, ഇത് രണ്ട് മതക്കാർ തമ്മിൽ ഉണ്ടാവുന്നതല്ല, ഇത് ജന്മിക്കും ബ്രിട്ടീഷ് സ്റ്റേറ്റിനെതിരെയുള്ള സമരമാണ് എന്നതാണ്. പക്ഷെ ഇന്ന് പോകെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇന്ന് പലരും പറയുന്നത് എന്താണ്? എല്ലാ ആൾക്കാരും ഈ ഇത്തരത്തിൽപ്പെട്ട വിശകലനങ്ങളെ തമസ്കരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയും നമുക്ക് ഒരു ഹിസ്റ്റോറിക് ടെമ്പർ എന്ന് പറയുന്നത് ഇല്ലാതാവുകയും നമ്മൾ ഒരു ഭയങ്കര മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. ഈ ഹിസ്റ്റോറിക് ടെമ്പർ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ ഐഡന്റിറ്റികളിലേക്ക് നമുക്ക് മാറാൻ പറ്റുക. ഐഡന്റിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷെ ജീവിതത്തിന്റെ എല്ലാ തുറകളെയും നിയന്ത്രിക്കുന്നത് അതല്ല. ഓഫ്കോഴ്സ് ഐഡന്റിറ്റീസ് ഉണ്ട് എന്ന് പറയാം. ആ ഐഡന്റിറ്റീസിനെ രൂപപ്പെടുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്. ആ പ്രോസസ്സ് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതായത് നമ്മൾ അതിന്റെ വക്താക്കളാവുന്നതല്ല. കാരണം നമ്മൾക്കൊരു മെത്തഡോളജി അപ്പൊ അതായത് ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ ഇറങ്ങി കളിക്കുന്ന ആൾക്കാരല്ല ഹിസ്റ്റോറിയൻസ് ഗാലറിയിൽ നിന്ന് കളി കാണുകയും ഈ കളി ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഹിസ്റ്റോറിയൻ. പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടാവുന്നത്? നിങ്ങൾ മറ്റേ ആവേശം എന്ന സിനിമ കണ്ടിട്ടില്ലേ? ഓ
അതില് രംഗണ്ണൻ അല്ലേ ഒരു മേശയിൽ ശക്തമായി അടിക്കുന്നു. അയാളുടെ ഡിസ്കഷന്റെ ഇടയിലാണ് അയാൾ അടിക്കുന്നത്. അടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എല്ലാവരും കൂടെ ആയുധങ്ങളെടുത്ത് റെഡിയാവുന്നു. എന്താണെന്ന് അറിയില്ല, എന്തിനാണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരായിട്ട് അവിടെ മാറിയിട്ടുണ്ട്. വേറെ ആരൊക്കെയോ അടിക്കുമ്പോ നമ്മൾ ആയുധങ്ങളെടുത്ത് ഇറങ്ങുന്ന അവർക്ക് വേണ്ടി എന്തിനാണ്, ഏതാണ് എന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും അറിയാത്ത കൂട്ടം ആൾക്കാരായിട്ട് നമ്മൾ മാറുന്നു എന്നതാണ്. കാരണം രംഗണ്ണൻ ഒരു അതോറിറ്റിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, ആ ഗ്യാങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ ആ ഗ്യാങ് ലീഡർ പറയുന്നത് എന്തും അവരനുസരിക്കും. അങ്ങനത്തെയുള്ള ഗാങ്സ്റ്റേഴ്സ് ആയിട്ട് ആര് മാറണം? നമ്മൾ മാറണം. അത് സമുദായത്തിൽ നല്ല സന്തോഷം. അങ്ങനെ നിങ്ങൾ ഇവിടുത്തെ പോകുമ്പോൾ മുസ്ലിം കുട്ടികളോട് സംസാരിക്കുന്നു പറയുന്നത്, ഏതോ ഒരു ഗാങ്സ്റ്റർ പറയുന്നു, അത് നമ്മൾ അതുപോലെ തന്നെ ഒരു കുട്ടി അതുപോലെ തന്നെ സ്വീകരിക്കുന്നു. ഓക്കെ, ഫൈൻ. മുഗൾ ചരിത്രം വേണ്ട, ഫൈൻ, വേണ്ട. മുസ്ലിങ്ങളെല്ലാം ആക്രമണകാരികളാണ്, ആണ്. ഇങ്ങനെ ചോദ്യം ചെയ്യാതെ കാര്യങ്ങൾ വിഴുങ്ങുന്ന ഒരു ജനതയ്ക്ക് ഈ ഹിസ്റ്റോറിക് ടെമ്പർ ഉണ്ടാവില്ല. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഹിസ്റ്റോറിക് ടെമ്പർ ഉള്ള ഒരു കൂട്ടരാവാനാണോ, അതോ വേറെ എവിടെയെങ്കിലും വേവിച്ചു വെക്കുന്ന ചരിത്രം എടുത്ത് ആഹരിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ആവാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം? അതാണ് നമുക്ക് നല്ലത്. കാരണം എന്താ അറിയോ, അതില്ലെങ്കിൽ ഒരു 10-15 കൊല്ലം കൂടെയൊക്കെ അത് കഴിഞ്ഞാൽ കേരളത്തിൽ ലിബറൽ സ്പേസും ഇല്ലാതെ. ആ ലിബറൽ സ്പേസിനെ നിലനിർത്തേണ്ട ഒരു കടമ നമ്മൾക്കുണ്ട്. നമ്മുടെ പോയി ഈ ചെയ്തത് നിങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ കാണാൻ വന്നത്. റിട്ടയർ ചെയ്യുമ്പോൾ ഇതൊന്നും പറയാലോ എന്ന് കരുതി വന്നതാണ്. അതായത് കൃത്യമായി നിങ്ങളുടെ അധ്യാപകർ പഠിപ്പിക്കും. മെത്തഡോളജിക്ക് നമുക്ക് ഹിസ്റ്ററിക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടിയാൽ അതെന്താണ്, അതേതാണ്, അതെങ്ങനെ എടുക്കാൻ പറ്റുക, ഇന്റേണൽ ക്രിറ്റിസം, എക്സ്റ്റേണൽ ക്രിറ്റിസം, അതായത് ഇപ്പോ മറ്റേ EH കാരൻ തന്നെ പറയുന്നത് പോലെ മാക്സിമം ഒബ്ജക്റ്റീവ് ആവാൻ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ചരിത്രം എഴുതുക. തീർച്ചയായിട്ടും ചരിത്രം എന്ന് പറയുന്നത് ഒരു ചർച്ചയാണ്. അതിൽ പല ആവശ്യങ്ങൾ, എന്താ പറയാ, ആശയങ്ങൾ ഉയർന്നു വരും. അതിൽ പലതരം കണ്ടെത്തലുകൾ ഉണ്ടാവും. ഈ കണ്ടെത്തലുകൾ തമ്മിലുള്ള ചർച്ച നടക്കട്ടെ. ആ കണ്ടെത്തലുകൾ തമ്മിലുള്ള ചർച്ചയാണ് നടക്കേണ്ടത്. ആ കണ്ടെത്തലുകളിൽ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടേണ്ടവരാണ് നമ്മൾ. അതല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പിങ്ങുകളിൽ അവരുടെ അംഗങ്ങളായി ചേർന്ന് അവർ കാണിച്ചു തരുന്ന ശത്രുക്കൾക്കെതിരെ സമരം ചെയ്യേണ്ട ആൾക്കാരല്ല നമ്മൾ. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുപക്ഷെ പത്രവാർത്തയാവാം, അതല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലെ വാർത്തയാവാം, നമ്മളോട് മറ്റേ അടുത്ത വീട്ടിലെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാവാം. ഇത്തരത്തിൽ ഒരു വളരെ എന്താ പറയാ, അമച്വറായിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്ര രചന ആ സ്ട്രീമിനൊപ്പം, പ്രൊഫഷണലായ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്ന സ്ട്രീമിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ആ അമച്വർ ചരിത്ര രചനയെ തള്ളിക്കളയുകയും ഈ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തിന്റെ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേണമെങ്കിൽ മറ്റേ ഒരു സയന്റിഫിക്, ഓക്കെ, വിത്തിൻ കോട്ട്, അത്തരത്തിലുള്ള ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യലാണ് നമ്മളുടെ കടമ എന്ന് പറയുന്നത്. സോ അതില്ലാത്ത, റിഗർ ഇല്ലാത്ത, രീതിശാസ്ത്രമില്ലാത്ത എല്ലാ എഴുത്തും ചരിത്രത്തിന് പുറത്താണ്. ഓക്കെ, സോ ആ രീതിയിൽ ചരിത്രം എഴുതാൻ പറ്റുന്ന ഒരു കൂട്ടരായി, ക്രിട്ടിക്കലായി കാര്യങ്ങളെ കാണുന്ന ഒരു കൂട്ടരായി നമുക്ക് എല്ലാവർക്കും, എനിക്കടക്കം മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെ ഓർമ്മിപ്പിച്ചതിൽ ക്ഷമിക്കുക. I hereby conclude my talk.
And of course, I think you will have some doubts, so I will take it later. Okay, thank you. ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രധാനമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങളെല്ലാം ഞാൻ വളരെ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കുട്ടി ചോദിച്ച ചോദ്യം ഞാൻ സോഷ്യൽ മീഡിയ നമുക്കത് അതിനെ സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതില് സോഷ്യൽ മീഡിയ സോഴ്സായിട്ട് ഉപയോഗിക്കാം സംശയം. സോഷ്യൽ മീഡിയയിലെ എന്തിനെയാണ് നിങ്ങൾ സോഴ്സ് ആക്കുന്നത്? അതിൽ വരുന്ന ഒരു 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 മെസ്സേജിനെയാണോ, ഒരു പോസ്റ്റിനെയാണോ, അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള പ്ലാറ്റ്ഫോമിനെയാണോ, എന്തിനെയാണ് നിങ്ങൾ സോഴ്സ് ആക്കുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസർച്ച് മുന്നോട്ട് പോവുക. ബിക്കോസ് നോക്കൂ, ഇപ്പൊ എന്ത് വന്നാലും ശബരിമല സ്ത്രീ പ്രശ്നം, സ്ത്രീകൾ കയറണോ കയറണ്ടേ എന്ന പ്രശ്നം, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. നിങ്ങളതിനെ ആലോചിച്ച് നോക്കൂ, ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒരാൾ 10 മിനിറ്റ് എടുത്തെഴുതുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് എന്തെങ്കിലും ഒരു വിശകലനത്തിന്റെ സ്വഭാവം ഉണ്ടാവും? എനിക്കറിയില്ല. അതേസമയം തന്നെ ശബരിമലയെ സംബന്ധിച്ച്, ശബരിമലയുടെ ഹിസ്റ്ററിയെ സംബന്ധിച്ച്, സ്ത്രീയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്ന ഭരണഘടനയുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഒക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തു തന്നെ അന്വേഷിക്കാവുന്നതാണ്. ഞാൻ അപ്പോ നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനം. എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് സോഴ്സ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് സൂര്യന്റെ കീഴിലുള്ള എന്തും സോഴ്സ് ആക്കാം. ചിലപ്പോ ആ സോഴ്സിന്റെ ഉള്ളടക്കാവും, ചിലപ്പോ ആ സോഴ്സ് തന്നെ ഒരു അതാണ് ഇന്റേണൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം. നമുക്ക് ഏത് സോഴ്സാണ് എടുക്കാൻ പറ്റും. ചിലപ്പോ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ള ആ പ്ലാറ്റ്ഫോം തന്നെ അതിന്റെ സ്വഭാവം, അതെങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ തരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശകലനത്തിന്റെ സോഴ്സായിട്ട് മാറാനാണ് സാധ്യത. മറിച്ച് നമുക്ക് ഒരു പ്രത്യേക ഇവന്റിനെ കുറിച്ചിട്ടുള്ള സോഴ്സായി നമുക്കത് അതിനെ മാറ്റാൻ പറ്റുമോ? അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റാം? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു പോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പൊതുവായുള്ള സമീപനം എന്താണ് അത് ആലോചിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും അത് എഴുതുന്നത് സ്ത്രീകളാണോ? പലരും ഫേസ്ബുക്കിന്റെ പ്രശ്നം നിങ്ങൾ ഐഡന്റിറ്റി തന്നെ മാറ്റിയിട്ട് എഴുതാന്നുള്ളതാണ്. അപ്പൊ അത് എഴുതുന്നത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളാണെങ്കിൽ അവരുടെ നിലപാട് എന്താണ്? പുരുഷന്മാരാണെങ്കിൽ, അതായത് ഒരു പോസ്റ്റിന് ആധികാരികമായി എടുക്കാതെ മൊത്തത്തിലുള്ള അതിന്റെ എന്താ പറയാ പ്രതികരണ രീതി എന്താണ് എന്ന് പഠിക്കുകയായിരിക്കും ഞാൻ ചെയ്യാം. ഓക്കെ, അതായത് അതിൽ വന്ന ഒരു പോസ്റ്റ് ആധികാരികമാണ് എന്ന് കരുതുക. കാരണം ആധികാരികമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. ആ ആധികാരികമായ കാര്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഈ പോസ്റ്റ് അതുമായി പൊരുത്തപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനെ എടുക്കാം. സോ അതാണ് ഞാൻ സൂചിപ്പിച്ച മെത്തഡോളജി എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് ഏതിനെയാണ് ഏത് സമയത്താണ് സോഴ്സ് ആക്കാൻ പറ്റുക എന്നുള്ളത്
കൃത്യമായി വിശദീകരിക്കുന്ന വളരെ വളരെ പോസിറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി നമുക്കുണ്ട്. ശരിയാണോ തെറ്റാണോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇപ്പോഴും ചരിത്ര രചന നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു അന്വേഷണം നടത്തുകയായിരിക്കും നന്നാവാനാണ് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഒരു മെത്തഡോളജി സ്വീകരിക്കണം. രീതിശാസ്ത്രം വെച്ചിട്ട് നമുക്ക് ആ സോഴ്സ് ശരിയാണോ അല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ ആ സോഴ്സിനെ അങ്ങനെ സ്വീകരിക്കാമോ അതോ മറ്റൊരു രീതിയിലാണോ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ആലോചന നടത്തുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതൊരു കൺക്ലൂസീവ് ആൻസർ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ ഒരു ഹിസ്റ്ററി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അതാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല രീതിയാണെന്ന് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. സോ വി ക്യാൻ ഹാവ് ഡിസ്കഷൻസ് ഓൺ ദാറ്റ്. മറ്റൊന്ന് സോഷ്യൽ സഹകരണ ചോദ്യമാണ്. സ്റ്റുഡൻറ് സോഷ്യൽ മീഡിയ എങ്ങനെ മറികടക്കാം? ഞാൻ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ എപ്പോഴും പറയാണത് നമ്മൾ വളരെ ഗൗരവതരമായ റീഡിങ്ങിലേക്ക് പോവുക എന്നുള്ളത്. കാരണം ഇവിടെ കേരളത്തിൽ ഉണ്ടാവുന്ന ഏത് കാര്യത്തെ കുറിച്ചിട്ടും ആധികാരികമായി വിശദീകരിക്കുന്ന പഠനങ്ങളുണ്ട്. കേരളത്തിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ പുറത്ത് നടക്കുന്നുണ്ട്. സോ അത്തരം പഠനങ്ങളെ കണ്ടെത്താനും അതിലത്തെ ഒന്നുകിൽ വിശകലന രീതി അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ, അതിനോടുള്ള സമീപനം, അതിനെ വിമർശിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാം, ആ രീതിയിൽ ഡയലോഗ്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയക്ക് പുറത്താണ് എപ്പോഴും ഡയലോഗിലുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ മറ്റേ ഒന്ന് രണ്ട് അഭിപ്രായം പറയും, പിന്നെ വരുന്ന മുഴുവൻ തെറികളല്ലേ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു എഴുതിയ ഒരാളെ പേര് നോക്കിയിട്ട് അയാളുടെ എന്തെങ്കിലും വിളിക്കും. ഓക്കെ, ആ പേര് നോക്കി അയാളെ ഒരു പ്രത്യേക കാറ്റഗറിയിലാക്കുന്നു. സോഷ്യൽ മീഡിയ ഐ തിങ്ക് ആ രീതിയിൽ ഒരു ആധികാരിക സോഴ്സ് എന്നുള്ള രീതിയിൽ വികസിച്ചിട്ടില്ല എന്നതിനാണ് എനിക്ക് തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഓൺലൈനായി കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സോഴ്സുകൾ നിങ്ങൾക്ക്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആർട്ടിക്കിളുകളാവാം, പഠനങ്ങളാവാം, അത്തരത്തിലുള്ള സോഴ്സുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മൂന്ന്, ഞാൻ ഇപ്പൊ ചരിത്രബോധം കുറയുന്നതൊന്നും വിഷാദം എനിക്ക് അഭിപ്രായമില്ല. അതായത് നമുക്ക് തോന്നുന്നു നമ്മൾ പറയും പിന്നെ വായന വലിക്കുന്നു. പിന്നെ ഇപ്പൊ ഇന്നെപ്പോലെ കുറച്ച് പ്രായമായ ആൾക്കാർ അങ്ങനെ പറയാം, നിങ്ങളൊന്നും വായിക്കില്ല, വായന വലിക്കുന്നല്ലോ, ഞാൻ പോയ ചരിത്രം ഉണ്ടാവും. പിന്നെ അങ്ങനെ ചില ആളുകൾ അവരുടെ മറ്റേ ഈ പ്രായം വന്ന തലമുറ പങ്കുവെക്കാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നില്ല. ബിക്കോസ് കേരളത്തിൽ ചരിത്രരചന ഇപ്പോ ഒരു പുതിയ ഊർജത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതായത് പുതിയ എഴുത്തുകാർ വരുന്നു. ഫോർ എക്സാമ്പിൾ മെഹബൂബ് കുരിയെ പോലെയുള്ള ആൾക്കാർ, അബ്ബാസ് പനക്കൽ, പിന്നെ അഭിലാഷ് മലയിൽ, ദിനേശ് വടക്കനിയും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പുതിയ ആൾക്കാർ ചരിത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ കാഴ്ചപ്പാടുകൾ വയ്ക്കുന്നു. ഒരു പക്ഷേ ഇതുവരെ കേരള ചരിത്രം കാണാത്ത രീതിയിലുള്ള മെത്തഡോളജികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സോ അത്തരത്തിൽപ്പെട്ട പുതിയ രീതിശാസ്ത്രത്തിന്റെയും പുതിയ ഡാറ്റയുടെയും പുതിയ അന്വേഷണത്തിന്റെയും വാതായനങ്ങൾ നിങ്ങൾക്ക് തുറക്കാൻ കഴിയും. അത് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ ഉപദേശം. ഇയാൾ പറഞ്ഞതുപോലെ ഹിസ്റ്റോറിസൈസ്, ഓൾവേസ് ഹിസ്റ്റോറിസൈസ്. എന്തിനേയും നിങ്ങൾ ചരിത്രവൽക്കരിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ട സിദ്ധാന്തങ്ങളും രീതിശാസ്ത്രവും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് വളരെ വളരെ പ്രധാനം. നിങ്ങളാരും അങ്ങനെ ചരിത്രബോധം കുറഞ്ഞ് ഒറ്റപ്പെടുന്നില്ല. വളരെ വളരെ കൃത്യമായ ചരിത്ര ബോധം നിലനിർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നല്ലൊരു അക്കാഡമിക് സമൂഹം നമുക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും മാറുക എന്ന് തന്നെയാണ് വേണമെങ്കിൽ ഉപദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇത് എൻ്റെ ഒരു ടേക്കാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരികയും 100 പൂക്കൾ വിരിയുകയും ചെയ്യുന്ന, അതിന് ജനാധിപത്യപരമായി സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ കടമ എന്ന് ഞാൻ കരുതുന്നു.